Hey, hello friends. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫെയിം 2 സബ്സിഡി അങ്ങനെ എക്സ്പയർ ആയിരിക്കുകയാണ്. അത് മാർച്ച് 31 ഫെയിം 2 അങ്ങനെ എക്സ്പയർ ആയി. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള സബ്സിഡി എന്ന് പറയുന്നത് EMPS സബ്സിഡി സ്കീം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊരു വ്യത്യാസമുള്ളത് നമുക്കിപ്പോൾ നേരത്തെ വന്നിട്ട് ഓരോ കിലോ വാട്ടിനും നമുക്ക് ഇത്ര എമൗണ്ട് സബ്സിഡി കിട്ടുമായിരുന്നു. അതായത് ഫെയിം 2-ൻ്റെ അകത്ത് നേരെ മറിച്ച് ഇപ്പോൾ EMPS ആയപ്പോൾ നമുക്കൊരു മാക്സിമം കിട്ടാൻ സബ്സിഡി എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,000 രൂപയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോയാലും നിങ്ങൾക്ക് ഈ സ്കീമിൻ്റെ പ്രകാരം നിങ്ങൾക്ക് 10,000 രൂപ മാത്രമേ സബ്സിഡി കിട്ടുള്ളൂ. ഇപ്പോൾ വന്നിട്ട് എല്ലാ EV മാനുഫാക്ചേഴ്സും അവരുടെ മോഡൽസിൻ്റെ ലേറ്റസ്റ്റ് പ്രൈസസ് റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറേ പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റീസെൻ്റ് നോക്കിയാൽ തന്നെ നമുക്കിപ്പോൾ TVS-ൻ്റെ ഭാഗത്തുനിന്ന് ലേറ്റസ്റ്റ് ഒരു പ്രൈസ് റിവിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ബജാജ് ചേതകിൻ്റെ ഭാഗത്തുനിന്ന് റിവിഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ TVS-ൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടിയ എമൗണ്ട് അവർ സ്വയം ഏറ്റെടുത്തിട്ട് കസ്റ്റമേഴ്സിന് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ TVS-ൻ്റെ വണ്ടിയുടെ റേറ്റ് അത് കാരണം അധികം കൂടിയിട്ടില്ല. പക്ഷേ നേരെ മറിച്ച് ബജാജിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് പോലും അവർ സ്വയം ഏറ്റെടുക്കാതെ കംപ്ലീറ്റ് എമൗണ്ട് കസ്റ്റമേഴ്സിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ബജാജിൻ്റെ എല്ലാ വണ്ടിയുടെ റേറ്റ് കൂടിയിരിക്കുകയാണ്. അവർക്കിപ്പോൾ 2 മോഡൽസാണ് ഉള്ളത്. അർബാനയുണ്ട്, പ്രീമിയം ഉണ്ട്. 2 വണ്ടിയുടെ റേറ്റ് വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ വരാൻ പോകുന്ന മാസങ്ങളിൽ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഏത് വണ്ടിയാണ് കൂടുതൽ സെയിൽ നടക്കാനൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ 2 വണ്ടിയെക്കുറിച്ചും അതായത് ഞാൻ TVS-നെ കുറിച്ചും അതായത് ബജാജ് ചേതകിനെ കുറിച്ചും എൻ്റെ ചാനലിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി. അപ്പോൾ അതിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് എമൗണ്ട്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രൈസ് എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം നിങ്ങൾ ചാനൽ അതിനോട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിൽക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് അതിൽ ആൻസർ ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത് നമുക്ക് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വേറൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഓലയുടെ ഭാഗത്തു നിന്ന് ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, EMPS സ്കീം സ്റ്റാർട്ട് ചെയ്ത ശേഷം എല്ലാ വണ്ടികളുടെ പ്രൈസസ് റിവീൽ ചെയ്യുകയാണ്. അപ്പോൾ ഓല അവരുടെ പ്രൈസസ് റിവീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓലയുടെ വണ്ടികളുടെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞിരുന്നത് S1 X Plus-ന് വണ്ടിക്ക് റേറ്റ് വരുന്നത് 84,999 രൂപയ്ക്കാണ് എക്സ്ഷോറൂം വിലയ്ക്ക് വണ്ടി വിൽക്കുന്നത്. അതേപോലെ തന്നെ ഓല S1 Air വന്നിട്ട് 1,04,999 രൂപയ്ക്കും ഓല S1 Pro Gen 2 വന്നിട്ട് 1,29,999 രൂപ. അപ്പോൾ അതിൽ വേറെ കാര്യമുള്ളത് ഇതുപോലെ ലാസ്റ്റ് ഫെയിം 2-ക്ക് മുന്നേ ഉള്ള അതേ റേറ്റ് തന്നെയാണ്. അപ്പോൾ അതിലൊരു മാറ്റം ഓല കൊണ്ടുവന്നിട്ടില്ല. അതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. നമ്മൾ ഓലയുടെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം അവർ പറഞ്ഞത് മാർച്ച് 30 വരെയാണ് ഈ ഓഫർ വാലിഡിറ്റി ആദ്യം പറഞ്ഞു. അതിനുശേഷം അവർ വന്നിട്ട് ഏപ്രിൽ 5-ാം തീയതി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ആ ഓഫറാണ് ഇപ്പം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കിപ്പം ഏപ്രിൽ 15-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ വണ്ടിയെല്ലാം ഈ റേറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി തോന്നുന്ന വേറെ കാര്യം കൂടെ ഉണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഏതറിൻ്റെ റിസ്ത അതായത് ഫാമിലി ഓറിയൻറ്റഡ് വണ്ടി റിലീസ് ആയിട്ടുണ്ട്. വണ്ടിയുടെ റേറ്റ് വന്നിട്ട് 1,10,000 രൂപയാണ് ഇൻട്രൊഡക്ടറി പ്രൈസിന് വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം മാക്സിമം ആൾക്കാർ ഏതറിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓലയ്ക്ക് അത് മനസ്സിലാക്കിയിട്ട് ഓലയുടെ ഭാഗത്ത് എന്താ ചെയ്യാൻ പറ്റുക, സാധാരണ എല്ലാ തവണയും ചെയ്യാറുള്ളത് തന്നെയാണ് അവർ ഓഫർ കൂട്ടി കൊടുക്കും, റേറ്റ് കുറച്ച് മാക്സിമം സെയിൽ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതേ ഒരു ടാക്ടിക്സിനാണ് ഓല ഈ മാസം അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം അവർ സ്വന്തം ബർഡൻ അവരുടെ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ഇൻക്രീസ് ആയ റേറ്റ് ഫുള്ള് അവർ സ്വയം ഏറ്റെടുത്തിട്ട് കസ്റ്റമേഴ്സിന് അത് വളരെ നിസ്സാര എമൗണ്ട് വണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഓല 1-ാം സ്ഥാനത്ത് മാറാൻ അവർക്ക് താല്പര്യമില്ലെന്ന കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ ഏതറിന് ഈ റേറ്റിന് വണ്ടി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം ആൾക്കാർ ഏതറിലേക്ക് പോകും. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഓല വന്നിട്ട് ഈ ഒരു പ്രൈസ് റിഡക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കസ്റ്റമേഴ്സിന് വളരെ നല്ല ചാൻസാണ് വണ്ടി സ്വന്തമാക്കാൻ. ഈ റേറ്റിന് വണ്ടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി തന്നെയാണ്. കാരണം ഈ 1,10,000 രൂപ റിസ്ക് എന്ന് പറഞ്ഞാലും അധികം ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. നമ്മളിപ്പോൾ ഓല വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓലയ്ക്കാണ് കൂടുതൽ ഫീച്ചേഴ്സ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ 1,30,000 രൂപ നിങ്ങൾക്ക് ഓല S1 Pro Gen 2 കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ആ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.